بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين بالله أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم. وقال النبي صلى الله عليه وسلم: لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. حبي حبة في لب قلبي أنبتت أبوابا كل حب منه للموحى لهال خلي خلة خذ لعلي خوفنا خادما خالي الخالف الوصفي من الخال خال دواء الدهر دائي من العذور والشور دمت في الجنات وسر الحال للأبدال دال. പാവങ്ങളോരോ തണ്ണി നീ കരയേണ്ടതാ വിജനസ്ഥലം അതിനേറ്റവും പറ്റുന്നതാ. നീ ചെയ്ത തെറ്റിൻ്റെ ആഴമോർത്തിട്ടുണ്ടടാ നടി നിറയട്ടെ മണ്ണാൽ നിന്റെ മുഴുവൻ തലമുടി. ഇത് കണ്ട് നിന്നോടലിവറമ്പന് തോന്നണം പടിവാതിലൊഴിയാതെവിടെയും നീ കരയണേ. പൊറുക്കൻ്റെ പാവം സയ്യദീ വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ നഫ്സെന്നെ ഊന്തി തള്ളിവിട്ടു ചതിച്ചതാ. ഗതിമുട്ടി വന്നവനാണോ തെണ്ടാനിന്നു ഞാൻ എന്നോട് പറയരുതെൻ്റെ റബ്ബേ പോകുവാൻ. മുഹമ്മദ് സയ്യിദുനാ വ മൗലാനാ മുഹമ്മദ്. ഏറ്റവും പ്രിയം നിറഞ്ഞ നമ്മുടെ നാട്ടിൻ്റെ പഞ്ചായത്തിൻ്റെ എൻ്റെ ആത്മീയ സുഹൃത്തായ റഫീഖ് സാഹിബ് അവറുകളെ, അതുപോലെ നമ്മുടെ ഈ പള്ളി കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഇക്ബാൽ ചാ, അതുപോലെ എൻ്റെ ബഹു സുഹൃത്ത് നാസർ ഭായ്, അതുപോലെ ഈ സ്റ്റേജിലും സദസ്സിലും ഉപരിഷ്ടരായ നല്ലവരായ പ്രിയപ്പെട്ട മുഅ്മിനാത്തുകൾ, നിങ്ങളെല്ലാവരും പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഈ സമയം എൻ്റെ ഒരു വഴലോ പ്രസംഗമോ അല്ല. നിങ്ങളെ ബിഞ്ചോമന പൈതലുകൾ പാടി സുന്ദരമായ രീതിയിൽ ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ മദ്ഗീതങ്ങളെ പാടി അവർക്ക് ഒന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കുന്ന ഓരോ പ്രൈസുകളാണ് നിങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ഞാൻ പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു അധിക പ്രസംഗമായി മാറും എന്നതിൽ യാതൊരു സംശയമില്ല. എന്നാലും ഹബീബനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിശുദ്ധമായ ഈ ദിവസത്തിനെ ബഹുമാനിച്ചു ഒരു ചെറിയ രീതിയിലുള്ള ഒരു ചെറിയ ഉപദേശം. എങ്ങനെയാണ് നമ്മൾ ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കേണ്ടത്? അവിടുത്തെ സ്വഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എങ്ങനെയാണ് സ്നേഹിച്ചത്? ആ ഒരു രീതിയിലാണോ നമ്മുടെ സ്നേഹം എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പെണ്ണുങ്ങളാണെങ്കിലും ആണുങ്ങളാണെങ്കിലും ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ച രീതി ഒരുപാട് ഹദീസുകളിലൂടെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. മഹാനായ ഒരു സ്വഹാബി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എൻ്റെ ശരീരം എല്ലാത്തിനെയും, എൻ്റെ ശരീരവും എൻ്റെ സമ്പത്തും എൻ്റെ മുതലും എൻ്റെ മക്കളും എൻ്റെ സന്താനവും ഞാനുമായി ബന്ധപ്പെടുന്ന എല്ലാറ്റിനേക്കാളും എനിക്ക് ഏറെ ഇഷ്ടം ഹബീബായ തങ്ങളെ നിങ്ങളാണ്. ഏതെങ്കിലും ഒരു സമയത്തിൽ നബിയെ എനിക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമായാൽ ഞാൻ നിങ്ങളെ വന്ന് കാണും നബിയെ. പക്ഷേ ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് എൻ്റെ മരണമാണ്. ഞാനും നബിയെ മരിക്കും, അങ്ങയും മരിക്കും നബിയെ. ഈ മരിച്ചു കഴിഞ്ഞാൽ നാളെ പാരത്രികമായ ലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹുവിന്റെ റസൂലെ, നിങ്ങൾ ഉന്നതമായ സ്ഥാനത്താണ്, നിങ്ങൾ ഉന്നതമായ സ്ഥലത്താണ്. ഒരുപാട് നബിമാരുടെ മുകളിൽ, ഒരുപാട് അമ്പിയാക്കളുടെ മുകളിൽ നിങ്ങൾ നിൽക്കുമ്പോൾ ഹബീബായ റസൂലെ, നിങ്ങളെ ഞാൻ എങ്ങനെയാണ് കാണുക? ഈ സമയത്തിൽ ഈ ദുനിയാവിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എനിക്ക് വന്ന് എല്ലാ സമയങ്ങളിൽ നിങ്ങളെ കാണാൻ കഴിയും. പക്ഷേ നാളെ സ്വർഗത്തിൽ കഴിഞ്ഞാൽ ആ സ്വർഗത്തിൽ നിങ്ങൾ ഒരുപാട് നബിമാരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഞാൻ എങ്ങനെ വരും നബിയെ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു സ്വഹാബി ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ വിശുദ്ധമായ ഖുർആൻ അല്ലാഹു ഇറക്കുകയാ. നബിയേ, ആ സ്വഹാബിയോട് പറഞ്ഞു കൊടുക്കു നബിയേ, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ടോ? നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടോ? എങ്കിൽ നബിയെ നിങ്ങളെയും സ്നേഹിക്കാൻ പറയൂ നബിയെ. അങ്ങനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നാളെ പാരത്രികമായ ലോകത്ത് നിങ്ങളെ കൂടെ ആ സ്വഹാബിക്ക് കഴിയാൻ കഴിയും നബിയെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് ഓരോ മുസ്ലിമിനും ഫർളായ കാര്യമാണ്, നിർബന്ധമായ കാര്യമാണ്. അല്ലാഹു നമ്മളോട് പറഞ്ഞതാണ് അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാൻ വേണ്ടി. അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാതെ ഒരു രീതിയിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. ഒരു രീതിയിലും നമുക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ കഴിയില്ല. നാളെ പാരത്രികമായ ലോകത്ത് ചെല്ലുമ്പോ അല്ലാഹുവിന്റെ മഹ്ശറ വൻസഭയിൽ നമ്മൾ ഒരുമിച്ച് കൂടുമ്പോ ആ മഹ്ശറയിലെ വൻസാലമുകളിലെ സൂര്യന്റെ അടിയില് നമ്മൾ കാലിന് ചെരുപ്പില്ലാതെ നഗ്നരായി ഹുരിയാറികളായി അല്ലാഹുവിന്റെ മഹ്ശറയിൽ നിൽക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിനോട് ഹിസാബ് എളുപ്പമാക്കാൻ ചോദിക്കുന്നത് ഒരേ ഒരു നബിയാണ്. 1,24,000 അമ്പിയാക്കൾ ഒരുമിച്ച് കൂടുന്ന ആ സദസ്സിൽ അല്ലാഹുവിന്റെ റസൂല് മാത്രമാണ്. യൗമയദോ ആദമംബാ അംബിയാ നഫ്സി 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 നഫ്സിയാ യൗമയദോ ഖൈറു ഖൽഖില്ലാഹി യാ ഉമ്മത്തി യാ ഉമ്മത്തി യാ ഉമ്മത്തി. ആ
മഹ്ശറിൽ ഒരുമിച്ച് കൂടുന്ന കോടാന് കോടി മനുഷ്യന്മാർ. ആ മനുഷ്യന്മാരുടെ കാര്യത്തിൽ മാത്രമാണ് അല്ലാഹുവിന്റെ റസൂലിനുള്ള ശ്രദ്ധയുള്ളത്. മറ്റുള്ള നബിമാർ ഓരോ നബിമാരുടെ മുമ്പിലും ഓരോ ജനതകൾ പോകുമ്പോ, ഓരോ സമുദായത്തിന്റെ ആൾക്കാർ പോകുമ്പോ, ആദം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ പോകുമ്പോ ആദം നബി അലൈഹിസ്സലാം പറയുകയാ, നഫ്സി നഫ്സി നഫ്സിയാ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോകുമ്പോ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോകുമ്പോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അടുത്തേക്ക് പോകുമ്പോ ഒരു നബിമാരും തിരിഞ്ഞു നോക്കുന്നില്ല. അവസാനമായി ഒരേ ഒരു നബിയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ സുജൂദ് നിൽക്കുന്നത്. ആ സമയത്ത് അല്ലാഹു ആ നബിയോട് ചോദിക്കുകയാ, അല്ല നബിയേ, ഭൂമിയിലാ നിങ്ങൾക്ക് സുജൂദ് ചെയ്യാൻ സ്ഥലം തന്നത്? ഇവിടെയില്ല. ഈ സ്ഥലത്ത് നിങ്ങൾക്ക് സുജൂദ് ചെയ്യേണ്ടതില്ല. നിങ്ങൾക്ക് എന്ത് വേണം നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒന്നും അറിയാത്ത പാപികളായ എന്റെ ഉമ്മത്തീങ്ങളുണ്ടല്ലോ, ഒരു ചാൻമുകളുള്ള സൂര്യന്റെ അടിയിൽ നിൽക്കുകയാ, അവർ വേർത്ത് കുളിക്കുകയാ റബ്ബേ. അതുകൊണ്ട് നിന്റെ ഹിസാബ്, നിന്റെ ചോദ്യമെന്ന് എളുപ്പാക്കി നബിയെന്ന് അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുക, എങ്കിലും നബിയേ, നിങ്ങളെ സ്നേഹിച്ച മനുഷ്യന്മാരുണ്ടോ? നിങ്ങളെ പിരിസം വെച്ച ആൾക്കാരുണ്ടോ? നിങ്ങളെ പേരിൽ സലാത്ത് ചൊല്ലിയവരുണ്ടോ? നിങ്ങളെ പേരിൽ മദ് പാടിയവരുണ്ടോ? നിങ്ങളെ പേരിൽ മൗലീദ് പാരായണം ചെയ്തവരുണ്ടോ? നിങ്ങളെ പേര് ചൊല്ലിയവരുണ്ടോ നബിയേ? ഈ കൂട്ടത്തില് അവരെ കയ്യും പൊളിച്ച് സ്വർഗത്തിലേക്ക് അയക്കു നബിയേ എന്ന് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാളെ പാരമ്പരികമായ ലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇന്നത്തെ ചൂട് പോലെയല്ല അല്ലാഹുവിന്റെ മഹ്ശറിയുടെ ചൂട്, നമ്മൾ കാണുന്ന ചൂട് പോലെയല്ല. ഇന്ന് 15,000 കോടി കിലോമീറ്റർ ദൂരത്ത് സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ മഴയില്ലാത്ത ഒരു സമയത്ത് നമുക്ക് നേരെ വണ്ണം താറിട്ട റോഡിൽ കാല് ചവിട്ടാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല. എന്തിനേറെ നമ്മളെ സിറ്റ് ഔട്ടിലേക്ക് നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല. ചൂടുള്ള സമയത്ത് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. ഇന്ന് സൂര്യനുള്ളത് എവിടെ എന്നറിയോ? 15,000 കോടി കിലോമീറ്റർ ദൂരത്ത് താഴെയല്ല. നാളെ മഹ്ശറിൽ നിൽക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇതേ സൂര്യനാണ്, ഈ ചൂടുള്ള സൂര്യനാണോ അല്ലാഹുവിന്റെ മഹ്ശറിൽ നിൽക്കുന്നത്? എത്രയെന്നറിയോ? ഇതാ ഒരേ ഒരു ചാൻമുകളിലാ നമ്മുടെ സൂര്യൻ നിൽക്കുന്നത്. ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്ത് ഹാലാച്ചോണ, സന്തോഷ വണ്ടിയുമായി വരുന്നേ കാളാ, ക്ഷീണത്തിനാരുനിക്കുന്നതാണ് ഈള. ഇതൊക്കെ ചിന്തിച്ചു നീ കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. ആ ചൂടുള്ള മഹ്ശറിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മളെ മുമ്പിലുള്ള മാർഗമുണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടലായ മുഅ്മിനീങ്ങളെ, ഈ ചെന്നൈ കോടി എന്ന് പറയുന്ന നാട് ഇത് നമ്മുടെ നാടാണ്, ഇത് വേറെ നാടല്ല. ഫജ്ർ നാടിനെ നമ്മൾ എങ്ങനെയാണോ സ്നേഹിക്കുന്നത്, ആ പള്ളിക്ക് എങ്ങനെയാണോ നമ്മൾ കൊടുക്കുന്നത്, അവിടേക്ക് എങ്ങനെയാണോ
സദഖകൾ ചെയ്യുന്നത്? ഈ ജമാഅത്തുകാർ നമ്മളാണ്, ഈ ജമാഅത്ത് നമ്മളതാണ്, ഈ പള്ളി നമ്മളതാണ്. അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിൽ നമുക്കുള്ള ഏറ്റവും വലിയ ആയുധമുണ്ടല്ലോ. നാളെ റബ്ബിന്റെ മുമ്പിൽ നമ്മൾ കഴിയുമ്പോ, നമ്മൾ മരിച്ചു കഴിയുമ്പോ നമ്മളെ ഖബറിലേക്ക് അല്ലാഹു നൽകുന്നത്, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യം എന്തെന്ന് ചോദിച്ചാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ജാഗ ഏതെന്നറിയോ? അത് അല്ലാഹുവിന്റെ പള്ളികളാണോ, അല്ലാഹുവിന്റെ ഭവനങ്ങളാണോ? അല്ലാഹുവിന്റെ റസൂലിന് ഇഷ്ടമുള്ള ജാഗ ഏതെന്നറിയോ? അല്ലാഹുവിന്റെ പള്ളിയാണോ, അല്ലാഹുവിന്റെ ഭവനമാണ്. ആ ഭവനത്തിന് നമ്മൾ സ്നേഹിച്ച, ആ ഭവനം നിർമ്മിക്കാൻ വേണ്ടി ഏതെങ്കിലും രീതിയിൽ ഒരു ചെറിയ സദഖകൾ നമ്മൾ കൊടുത്താ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലം എന്തറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മംബനാ മസ്ജിദൻ ലില്ലാഹ് ഉജ്രി അലൈഹി അജ്റഹു വഹുവ ഫീ ഖബ്രി. നമ്മളൊരു പൈസ പള്ളിക്ക് കൊടുത്താ, പള്ളി നിർമ്മാണത്തിന് വേണ്ടി നമ്മുടെ ചെന്നൈ കോടിലെ ഈ സുന്ദരമായി നിൽക്കുന്ന മനോഹരമായ രീതിയിൽ ഉണ്ടാക്കപ്പെടുന്ന ഈ പള്ളിക്ക് വേണ്ടി ഒരു ചെറിയ രീതിയിൽ സ്വതക കൊടുത്താ നാളെ റബ്ബ് നമുക്കതിന്റെ പ്രതിഫലം തരുന്നത് എവിടെയെന്നറിയോ? ആരുമില്ലാത്ത ഖബറിലാണ്. മുകളിൽ നോക്കിയാൽ ഇരുട്ടാണ്, താഴെ നോക്കിയാലും ഇരുട്ടാണ്. ഒരാളുടെ വിളി കേൾക്കാനും സാധിക്കാത്ത, ഒരു മിന്നാമ്പുതിന്റെ വെളിച്ചമില്ലാത്ത കൂരിരുട്ടുള്ള 14 രാത്രിയിലെക്കാട്ടും ഇരുട്ടായിട്ടുള്ള ആ ഖബറിനകത്ത് നമ്മൾ കിടക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറിലേക്ക് തരുന്ന പ്രതിഫലം എന്തറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മൻ അസ്റജ ഫീ ദാലികൽ മസ്ജിദ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനത്തില് ഒരു ചെറിയ രീതിയിൽ ഒരു വിളക്ക് കത്തിച്ചാ, ഒരു ലൈറ്റ് കത്തിച്ചാൽ, വസല അലൈഹി വസല്ല അലൈഹിൽ മലായിക വസ്തഗ്ഫറ ലഹു, ഒരു ചെറിയ ബൾബ് സദഖ കൊടുത്താ അല്ലാഹു ആ മരിച്ചുപോയവന്റെ ഖബറില് അല്ലാഹു പ്രകാശം നൽകുകയാണ്. മാത്രമല്ല വസല്ലത അലൈഹിൽ മലായിക, മലക്കുകൾ അവന് വേണ്ടി ദുആരക്കുകയാണ്. വസ്തഗ്ഫറ ലഹു, മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. ഏത് മലക്കെന്നറിയോ? സാധാരണ മലക്കുകളല്ല, സാധാരണ ചെറിയ മലക്കുകളല്ല. അല്ലാഹുവിന്റെ സിംഹാസനം, അല്ലാഹു സംവിധാനമുള്ള, അല്ലാഹു സ്ഥായിയാകുകയാണ്. മാത്രമല്ല വസല്ലത അലൈഹിൽ മലായിക, മലക്കുകൾ അവന് വേണ്ടി ദുആരക്കുകയാണ്. വസ്തഗ്ഫറ ലഹു, മലക്കുകൾ ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്. ഏത് മലക്കെന്നറിയോ? സാധാരണ മലക്കുകളല്ല, സാധാരണ ചെറിയ മലക്കുകളല്ല. അല്ലാഹുവിന്റെ സിംഹാസനം, അല്ലാഹു സംവിധാനമുള്ള, അല്ലാഹു സ്ഥായിയാകുന്ന, അല്ലാഹു സ്ഥിരമാകുന്ന അല്ലാഹുവിന്റെ അർശുണ്ടല്ലോ, അല്ലാഹുവിന്റെ സിംഹാസനമുണ്ടല്ലോ. ആ സിംഹാസനത്തിന് ചുമക്കുന്ന അല്ലാഹുവിന്റെ മാലാകന്മാരാണ്. അല്ലാഹുവിന്റെ പള്ളിക്ക് സ്വതക കൊടുത്ത, അല്ലാഹുവിന്റെ പള്ളിക്ക് സംഭാവന കൊടുത്തവന് അല്ലാഹുവിന് വേണ്ടി ദ്വാരക്കുന്നത് ഏത് സമയത്തോളം എന്നറിയോ? ആ പള്ളി ഏത് കാലത്താണോ ഉള്ളത്, എത്ര കാലത്തോളം പള്ളിയുണ്ടോ ആ പള്ളിയുള്ള സമയത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഖബറിലേക്ക് വെളിച്ചമായി, ഒരു മിന്നാമുതിന്റെ വെളിച്ചമില്ലാത്ത ആ ഖബറിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പള്ളിക്ക് കൊടുത്ത സദഖയുടെ പ്രതിഫലമായി നാളെ ഖബറിൽ തരുമെന്ന് ഹബീബനാ റസൂലുള്ളാഹി. ഇവിടെയുള്ള
ചെറുപ്പക്കാരൊരുപാട് പ്രവർത്തിച്ചിട്ടാണ് ഈ പള്ളി ഇത്രത്തോളമായതെങ്കിൽ എന്റെ ഫജ്ർ നാട്ടുകാരെ നിങ്ങളിനാണ് ഏറ്റെടുക്കേണ്ടത്. നമ്മൾ ആക്കി കൊടുക്കണോ? അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് നമ്മുടെ അഭിമാനമാണ്, നമ്മുടെ നാടാണ്. ഉമ്മമാരെ നല്ലതുപോലെ കേൾക്കണേ. നിങ്ങൾ കൊടുക്കുന്ന ഓരോ പൈസയുണ്ടല്ലോ, ഓരോ സദഖകളുണ്ടല്ലോ, നാളെയേറെ നരകത്തിൽ അല്ലാഹു കാണുന്നത്. അല്ലാഹുവിന്റെ റസൂൽ ഇസ്രാ മിഅ്റാജ് നടത്തിയപ്പോ അവിടെ കണ്ടതാരെന്നറിയോ? ഉമ്മമാരെയാണ്, പെണ്ണുങ്ങളെയാണ്. കാരണമെന്തറിയോ? ദീന് കുറവായതുകൊണ്ടാണ്, നമ്മളിൽ നിന്ന് സദഖ കുറവായതുകൊണ്ടാണ്. നമ്മൾ സദഖകൾ കൊടുക്കുമ്പോ, നമ്മൾ നന്മകൾ ചെയ്യുമ്പോ, നമ്മൾ ഉള്ളത് അല്ലാഹുവിന്റെ ദീനിന് ചെലവ് ചെയ്യുമ്പോ, നിങ്ങളെ പോലെയുള്ള പെണ്ണ മഹദി ഖദീജ ബീബി റളിയല്ലാഹു അൻഹാ മഹദി ചെയ്ത സദഖത്തിന്റെ പോലെ ഒരു പെണ്ണുങ്ങളും അല്ലാഹുവിന്റെ ദീനിന് സദഖ ചെയ്തിട്ടില്ല. മഹദി കച്ചവടക്കാരത്തിയാണ്, കച്ചവടം ചെയ്യുന്ന പെണ്ണാണ്. ആ കച്ചവടം ചെയ്തിട്ട് ഹബീബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും ഇഷ്ടമുള്ള പത്നി ഫാത്തിമ ഖദീജ റളിയല്ലാഹു അൻഹാ ഏറ്റവും കൂടുതൽ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സദഖ ചെയ്ത പെണ്ണാ. നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ചാൻസാണ്, നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ്. അല്ലാഹുവിന്റെ പള്ളി നിർമ്മിക്കുമ്പോ ഇതിന് നമ്മൾ കൊടുത്ത എല്ലാ ബലാലുകളിൽ നിന്നും, എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ വിഷമങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തും. കാരണമുണ്ടല്ലോ, ഇന്ന് ദുനിയാവിലേറെ കാണുന്നത് ഒരുപാട് ബ്ലോക്കുകളാണ്. എത്രയോ ബ്ലോക്കുകളാ ദൈനംദിനമായി നടന്നു പോകുന്നത്. എത്ര കേസാ ബ്ലോക്ക് സംബന്ധമായി, അത്തരത്തിലുള്ള രോഗങ്ങള്. സ്വദഖത്തു റദ്ദുൽ ബലായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, റബ്ബിന്റെ ഖലാഹിൽ എന്തെങ്കിലും രോഗങ്ങൾ നമുക്ക് വിധിച്ചിട്ടുണ്ട് എങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെറിയ സദഖയുണ്ടല്ലോ, അത് മുഖേന അല്ലാഹു തട്ടിക്കളയും. സ്വർഗത്തിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ വഴിയാണ് അല്ലാഹുവിന്റെ പള്ളിക്ക് കൊടുക്കുക എന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഒരു മനുഷ്യന് പള്ളിക്ക് സദഖ കൊടുത്താ അല്ലാഹുവിന്റെ പള്ളിക്ക് ഒരു ചെറിയ രീതിയിൽ ഒരു മാടപ്പിറാവിനുണ്ടാക്കുന്ന അത്ര ചെറിയ ഒരു ജാഗ, അത്ര ചെറിയ ഒരു ജാഗയ്ക്ക് വേണ്ടി ഒരു സദഖ ഒരു മനുഷ്യന് കൊടുത്താൽ, അല്ലെങ്കിൽ അതിനെക്കാട്ടും ചെറിയ രീതിയിൽ സദഖ കൊടുത്താൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന. നമ്മളുണ്ടാക്കിയ പുര പോലെയല്ല, നമ്മളെ 2 തട്ടിന്റെ 4 തട്ടിന്റെ പുരയല്ല. അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ചെറിയ രീതിയിൽ കൊടുത്താ അല്ലാഹു നമുക്ക് തരുന്നതെന്തറിയോ? ബൈതൻ ഫിൽ ജന്ന. സ്വർഗത്തിലേക്ക് നമ്മൾ കടക്കുന്നേന്നല്ല, സ്വർഗത്തിൽ അല്ലാഹു പുര തരുന്നു എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സ്വർഗത്തിലേക്ക് കടക്കുന്നത് കൺഫേമാണ്. കാരണം പുരയെടുക്കണമെങ്കിൽ സ്വർഗത്തിലേക്ക് പോകണോ? അല്ലാഹു നൽകിയ പുരയുണ്ടല്ലോ, സ്വർഗത്തിൽ അല്ലാഹു നൽകുന്ന വീടുണ്ടല്ലോ, ആ വീട് വാങ്ങണമെങ്കിൽ നമ്മൾ സ്വർഗത്തിലേക്ക് കിടക്കണം. അപ്പൊ നമ്മ പരിശുദ്ധമായ ഭവനങ്ങളിലേക്ക് സദഖ കൊടുത്ത, പരിശുദ്ധമായ പള്ളി നിർമ്മാണത്തിന് വേണ്ടി നമ്മളിലാകുന്ന രീതിയിൽ സംഭാവനകൾ ചെയ്ത നമുക്ക് സ്വർഗം കിട്ടുന്നതിന് യാതൊരു സംശയമില്ല. അല്ലാഹുവിന്റെ സുവല്ലമായ സുന്ദരമായ എല്ലാ സുഖങ്ങളടങ്ങുന്ന, എല്ലാ സന്തോഷങ്ങളടങ്ങുന്ന ശാശ്വതമായ ലോകം, പാരാപാരം
പോലെ പരന്നു കിടക്കുന്ന ലോകം, ഒരിക്കലും മരണമില്ലാത്ത ലോകം, ഒരിക്കലും രോഗമില്ലാത്ത ലോകം, ഒരിക്കലും പരിപൊടിക്കാത്ത ലോകം, ഒരിക്കലും വയസ്സാകാത്ത ലോകം. ആ ലോകത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ നാട്ടിലുണ്ടാക്കുന്ന പള്ളിയിലേക്ക് മനസ്സറിഞ്ഞ് കൊടുക്കുക. അടുത്ത വർഷം റബീഉൽ അവ്വലിന്റെ ഓരോ കാര്യക്രമത്തിന് വേണ്ടി നമ്മൾ ഓരോ വർഷത്തിലും അതിന് വേണ്ടി സംഭാവനകൾ ഒരുപാട് വായിച്ചുവല്ലോ. ഇനി ഇൻഷാ അല്ലാഹ് നല്ല രീതിയിൽ സദഖകൾ ചെയ്യുക. അല്ലാഹുവിന്റെ റസൂലിനെയും അല്ലാഹുവിന്റെ പള്ളികളെയും നമ്മൾ സ്നേഹിക്കുമ്പോ അല്ലാഹു നമ്മളെ ഖൽബിൽ ഈമാൻ ഇട്ട് തരും. ഇന്നമാ യഅ്മുറു മസാജിദുല്ലാഹ്. അല്ലാഹുവിന്റെ ഭവനത്തെ നമ്മൾ സ്നേഹിച്ചാൽ നമുക്ക് ഒരു രീതിയിലും വിഷമമുണ്ടാവുകയില്ല. അല്ലാഹു ആ വിഭാഗം ആൾക്കാർ യഥാർത്ഥവാന്മാരായ അല്ലാഹുവിന്റെ മഹാന്മാർ ജീവിച്ച ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ആ വിഭാഗം ആൾക്കാരെ കൂട്ടത്തില് അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ പരിശുദ്ധമായ ഈദ് മീലാദിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം നമ്മുടെ പള്ളി നമ്മൾ പരിപാലിക്കുക എന്നതാണ്. നമുക്ക് വിജയം അതിലാണ്, നമുക്ക് രക്ഷ അതിലാണ്, നമ്മുടെ രോഗശിഫ അതിലാണ്, നമ്മുടെ ആപത്തിന്റെ തടസ്സം അതിലാണ്. എല്ലാ മുസീബത്തുകളിൽ നിന്നും രക്ഷപ്പെടാൻ, എല്ലാ രോഗത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമുക്കൊരു ആയുധമാ അല്ലാഹു തന്നത്, നമുക്കൊരു സൗഭാഗ്യമാ അല്ലാഹു തന്നത്, നമുക്കൊരു ചാൻസാ അല്ലാഹു തന്നത്. കളഞ്ഞു പോകല്ലേ, നഷ്ടപ്പെടുത്തി പോകല്ലേ. ആകുന്ന രീതിയിൽ, നമുക്കാകുന്ന രീതിയിൽ മനസ്സറിഞ്ഞ് കൊടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മൾ ചെയ്യുന്ന സമ്പാദ്യത്തില്, നമ്മൾ ചെയ്യുന്ന ജോലിയില് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. നമ്മളെ ഒരുപാട് ആൾക്കാർ, നമ്മുടെ ഒരുപാട് കൂട്ടത്തിലുള്ള ആൾക്കാർ, ഗൾഫിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഒരുപാട് ഉമ്മമാരുടെ ഭർത്താക്കന്മാർ, പെണ്ണന്മാരുടെ ഭർത്താക്കന്മാർ ഗൾഫ് ലോകത്ത് പോയി ജോലി ചെയ്യുന്നവരുണ്ട്. അല്ലാഹു അവർക്ക് ആഫിയത്ത് നൽകട്ടെ, ആരോഗ്യം നൽകട്ടെ. അവരുടെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ, അവരുടെ ജോലിയിൽ അല്ലാഹു ഖൈർ നൽകട്ടെ. അതിനുള്ള സമ്പാദ്യം ഈ പരിശുദ്ധമായ പള്ളിയിലേക്ക് കൊടുക്കാൻ വേണ്ടി ഉമ്മമാരൊന്ന് ശ്രദ്ധയോടെ പറയണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പള്ളിയെ സ്നേഹിക്കാൻ, ദീനിനെ സ്നേഹിക്കാൻ, ദീനിന് വേണ്ടി ചെലവഴിക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. വയസ്സ് തീർന്നു, ഉള്ള വയസ്സിൽ ഇത്ര പറഞ്ഞു ഇനി അർത്ഥമാവല, ശ്ലോചില്ലെങ്കിൽ മനസ്സിലാവല. നിങ്ങൾ പ്രത്യേകിച്ചിട്ട് ദ്വാരക്കോ നല്ല റാഹത്തുള്ള വയസ്സ് ഉണ്ടായിന്. ഇങ്ങനല്ല, ഞാൻ ചിലപ്പോൾ കേൾക്കുമ്പോൾ ഈ ഉസ്താദിന്റെ വയസ്സ് ഇങ്ങനെ അല്ല, നല്ല റാഹത്തുണ്ടായി. ഇങ്ങനെ അല്ലാഹു ആയാലും സൗണ്ട് പോയിന്. തിരിച്ച് കിട്ടാൻ വേണ്ടി എല്ലാ മുഅ്മിനീങ്ങളും ദുആ ചെയ്യുക. ആരെ ദുആ സ്വീകരിക്കുന്നു പറയാൻ കഴിയണം. കാരണം എല്ലാ രീതിയിലുള്ള മരുന്നും കുടിച്ചിന്, കഷായം കുടിച്ചിട്ട് ആകെ പള്ളവേദന തുടങ്ങി. ഓരോരുത്തന്മാർ ഓരോ രീതിയിലുള്ള മരുന്ന് തരും, ഓരോ രീതിയിലും കുടിക്കും. അപ്പൊ കുടിച്ചിട്ട് ഇത്ര സൗണ്ടായി. അൽഹംദുലില്ലാ, ആ മരുന്ന് തന്നവർക്ക് അല്ലാഹു ബർക്കത്ത് നൽകട്ടെ. ഒരുപാട് ആൾക്കാർ കഷായം കൊടുത്തതിന്, മാത്ര കൊടുത്തതിന്, പല രീതിയിലുള്ള മരുന്നുകൾ തന്നതിന് അല്ലാഹു അവർക്ക് ബർക്കത്ത് നൽകട്ടെ. എല്ലാവരും നമ്മളെ ഈ ചെന്നൈക്കോടുള്ള നാട്ടുകാരും അതേപോലെ ഫജറുള്ള നാട്ടുകാരും നല്ല സ്നേഹത്തിന്റെ ആൾക്കാരാണ്, നല്ല പിരിസപ്പാടിന്റെ ആൾക്കാരാണ്. ഉമ്മമാരാകട്ടെ ഉപ്പമാരാകട്ടെ എല്ലാവരും നല്ല പിരിസം വെക്കുന്ന ഉസ്താദന്മാർ, നല്ല സ്നേഹിക്കുന്ന മനുഷ്യന്മാരാണ്. അല്ലാഹു ഈ സ്നേഹം ഖിയാമത്ത് നാളോളം നിലനിർത്തണേ. അല്ലാഹ് അവർക്ക്, ഞങ്ങൾക്ക് റബ്ബേ, അവർക്ക് എന്തു കൊടുക്കാൻ ഞങ്ങളെ കയ്യിലില്ല റബ്ബേ. അവർ ഒരുപാട് ഞങ്ങൾക്ക് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്, ഒരുപാട് നിഅമത്തുകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് റബ്ബേ. തിരിച്ച് ഞങ്ങൾക്ക് അവരിലേക്ക് കൊടുക്കാനൊന്നുമില്ല റബ്ബേ, ഇത് മാത്രമാണ് നിന്റെ മുമ്പിൽ ഞങ്ങൾ കൈ നീട്ടുക, ഇത് മാത്രമാണ് റബ്ബേ ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കാറുള്ളത്. അവർ ചെയ്ത ഓരോ സദഖകൾ, ഞങ്ങളെ സ്നേഹിച്ച ഓരോ സ്നേഹങ്ങള്, ഒരുപാട് ഉമ്മമാരൊക്കെ ഞങ്ങൾക്ക് വേണ്ട രീതിയിൽ ഭക്ഷണം തന്നവരുണ്ട്, ഒരുപാട് ഉമ്മമാർ അതിനെ കഷ്ടപ്പെട്ട് കൊണ്ടുകൊടുത്തവരുണ്ട്. ഞങ്ങളെ സ്നേഹിക്കുന്ന ചെറുപ്പക്കാർ, ഒരുപാട് ചങ്ങായിമാരായ ഞങ്ങളെ ബാല്യക്കാരൊക്കെ ഉണ്ട്, നല്ല ബാല്യക്കാര, നല്ല ചങ്ങായിമാരെ പോലെ നല്ല ഒത്തൊരുമയിൽ ഒന്നിച്ചു നിൽക്കുന്ന ബാല്യക്കാരാ അവിടെ ഉള്ളത്. ഈ ചെന്നൈക്കോടിന്റെ ബാലക്കാർ തന്നെ, ഫജറിലെ ബാലക്കാർ, വേറെ ഒന്നുമല്ല, രണ്ടും ഒന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സ്നേഹിക്കുന്ന ബാല്യക്കാർ, അല്ലാഹുവേ ഈ ബാല്യക്കാരൊക്കെ ഒരുപാട് വിഷമങ്ങളുള്ളവരും പ്രയാസങ്ങളുള്ളവരാണ് റബ്ബേ. ഒരുപാട് ചെറുപ്പക്കാർ വാഹനത്തിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാഹു. ദൈനംദിനമായി വാഹനമായി പോകുന്ന ചെറുപ്പക്കാരാണ് നമ്മളിൽ അധികമുള്ളത്. എല്ലാ അപകടങ്ങളും തൊട്ട് ഞങ്ങളെ മക്കളെ നീ കാക്കണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിന്റെ അഭിമാനമാണ് റബ്ബേ ഞങ്ങളെ ചെറുപ്പക്കാർ, ഞങ്ങളുടെ നാട്ടിന്റെ ഇസ്സത്താണ് റബ്ബേ ഞങ്ങളെ ചെറുപ്പക്കാർ. അവർക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ആയുരാരോഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരുപാട് ഉപ്പമാരും ഉപ്പാപ്പമാരും ഉമ്മാമ്മമാരും അല്ലാഹുവേ പലരുമുണ്ടല്ലാ, അവർക്ക് നീ ബർക്കത്ത് നൽകണേ അല്ലാ. സ്നേഹത്തോടെ പിരിസത്തോടെ ഞങ്ങളെ മുണ്ടുന്ന ഒരുപാട് വയസ്സന്മാർ, ഒരുപാട് ഉപ്പമാർ, ഇപ്പോഴും സുഖവിവരം അന്വേഷിക്കുന്ന ഒരുപാട് ഉപ്പമാർ, നല്ല സ്നേഹത്തോടു കൂടി ഞങ്ങളെ വാപ്പാനെ പോലെ കാണുന്ന, ഞങ്ങളെ ഒരുപാട് സ്വന്തം കുടുംബത്തെ പോലെ ഞങ്ങളെ സ്നേഹിക്കുന്ന നാട്ടുകാരാ റബ്ബേ. ഈ നാട്ടുകാർ ഇല്ലാത്തത് പറയുകയല്ല, നിങ്ങളെ ഇല്ലാത്തത് പറഞ്ഞ് പൊക്കുകയല്ല റബ്ബേ. നിന്റെ മുമ്പിലാണ് ഞാൻ പറയുന്നത്, ഹക്കാണ് റബ്ബേ. സ്നേഹമുള്ള നാട്ടുകാരാണ്, പിരിസമുള്ള നാട്ടുകാരാണ് അല്ലാഹുവേ, കരുണയുള്ള നാട്ടുകാരാണ്, പിരിസപ്പാടുള്ള നാട്ടുകാരാണ്, ഒരുപാട് വിഷമമുള്ള നാട്ടുകാരാ. ഞാൻ എൻ്റെ സൗണ്ട് പോയപ്പോ ഞാൻ വിഷമത്തിനെക്കാട്ടും ഏറെ വിഷമിച്ച നാട്ടുകാരാണ് ഇവരൊക്കെ. ഏറെ വേദനിച്ചവർ ഒരുപാട് ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അല്ലാഹുവേ അവർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, അവർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ. അവരൊക്കെ ചെയ്യുന്ന ജോലിയിൽ ഖൈറും ബർക്കത്ത് നൽകണേ അല്ലാ. അപ്പേ ഞങ്ങളെല്ലാവരെയും എല്ലാ ആഫത്ത് മുസീബത്തുകളും തൊട്ട്, മാരാവിധ രോഗങ്ങളും തൊട്ട്, വൈറസ് പോലെയുള്ള രോഗങ്ങളും തൊട്ട്, അപകടം മരണങ്ങളും തൊട്ട്, ക്യാൻസറും ട്യൂമറും പോലെയുള്ള മാരക രോഗങ്ങളും തൊട്ട്, ഷുഗറും പ്രഷറും പോലെയുള്ള രോഗങ്ങളും തൊട്ട്, അറ്റാക്ക് പോലെയുള്ള മരണങ്ങളും തൊട്ട്, ബ്ലോക്ക് പോലെയുള്ള രോഗങ്ങളും തൊട്ട് റബ്ബേ. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ഉപ്പമാരിൽ ഷുഗർ ഉള്ളവരുണ്ട്, പ്രഷറുള്ളവരുണ്ട്, ഉമ്മമാരിലും കൈവേദന, കാലുവേദന, മുട്ടുവേദന, ഷുഗർ പ്രഷറുള്ള ഉമ്മയും ഉമ്മാമ്മമാരൊക്കെയുണ്ട്, പെങ്ങന്മാരൊക്കെയുണ്ട്. അല്ലാഹു ഞങ്ങൾ എല്ലാവരും എല്ലാ രോഗങ്ങളും തൊട്ട് നീ കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ പോകുന്നതും വരുന്നതുമായ വടികള് ഖൈറിന്റെയും സന്തോഷത്തിന്റെയും റാഹത്തിന്റെയും വടികളാക്കണേ റബ്ബേ. ഈ പരിശുദ്ധമായ മജ്‌ലിസിൽ അടുത്ത വർഷത്തേക്ക് സംഭാവന ചെയ്തത്, ഈ വർഷത്തിന്റെ ഈ പരിപാടിക്ക് സംഭാവന ചെയ്തവർ പലരും, പല മുഅ്മിനീങ്ങളും ഉണ്ട് റബ്ബേ. ഇവരുടെ പേരൊക്കെ നിനക്കറിയാമല്ലോ. ആരൊക്കെയാണോ ഈ പള്ളിക്ക് വേണ്ടി, ഈ നാടിന് വേണ്ടി, ഈ അലങ്കാരത്തിന് വേണ്ടി ഇവരെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ. നമ്മുടെ മക്കൾക്ക് നാഫിയായ ഇൽമ നൽകണേ അല്ലാ. ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും പഠിക്കാനുള്ള ആഫിയത്തും ആമീര്യം അല്ലാഹു നൽകണേ അല്ലാ. ഒരുപാട് കഴിവുള്ള മക്കളാണ്, ഒരുപാട് പാട്ടുകളിൽ ഉഷാറായിട്ടുള്ള മക്കളാണ്, നല്ല കഴിവുള്ളവരാണ് അല്ലാഹു. ആ കഴിവ് എപ്പോഴും നീ നിലനിർത്തണേ അല്ലാ. പാടാനും പഠിക്കാനുമുള്ള തൗഫീഖ് ഈ കുഞ്ഞു മക്കൾക്ക് നീ നൽകണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.